ഹലോ, ഞാൻ ലിബില്ലി. അപ്പം ഇന്നാളെ റിലീസായതാണ്, അതായത് തലവനും സിനിമയും അതിൻ്റെ ഒപ്പം തന്നെ മന്ദാകിനിയും പിന്നെ വേറെ ഒരു പടം കൂടി ഒരു പടം കൂടി ഇറങ്ങി തോന്നുന്നു. ഞാൻ അതിൽ തലവൻ കണ്ടിരുന്നില്ല. തലവൻ തലവൻ കാണാണ്ട് ഞാൻ മന്ദാകിനിയാണ് കണ്ടതെന്ന്. കാരണം തലവൻ എനിക്ക് തോന്നിയായിരുന്നു അതൊരു ക്രൈം ത്രില്ലർ സംഭവം പോലെ ആയിരിക്കും എന്ന് വിചാരിച്ച് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യം തോന്നിയില്ല. പക്ഷെ മന്ദാകിനി എന്ന് പറഞ്ഞ പടം അതൊരു ഫുൾ കോമഡി എൻ്റർടൈനറായിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാനിപ്പോൾ എന്തായാലും തലവൻ കണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് തലവൻ കണ്ടത്. തലവൻ പടം ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ, അതായത് ഒരു ക്രൈം ത്രില്ലർ. പിന്നെ അന്നത് ഇറങ്ങിയ സമയത്ത് ഭയങ്കര തള്ളലൊക്കെ ആയിരുന്നു. അത് ജിസ്റ്റു ഇതേപോലത്തെ ഒരു പടം ചെയ്തിട്ടില്ല, മാരകമാണ്, അതാണ് ഇതാണെന്നൊക്കെ. ചിലപ്പോൾ ആയിരിക്കും, കാരണം ഞാൻ ജിസ്റ്റോയുടെ പടങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഓർക്കുന്നില്ല ഏതൊക്കെയാണെന്നുള്ള ഇത് ഞാൻ ഓർക്കുന്നില്ല. എന്നിരുന്നാലും ഈ പടം എനിക്ക് ഫുൾ സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടില്ല. കാരണം അതിലെ ആക്ടിങ് ഒക്കെ നല്ല മികച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ എന്താ ഇപ്പോൾ ഒരു ക്രൈം ത്രില്ലർ സംഭവം, എനിക്ക് ക്രൈം ത്രില്ലറോട് സാധാരണ പൊതുവേ ഒരു താല്പര്യക്കുറവുണ്ട്. പിന്നെ ഇതിൽ ഒരു സംഭവമുണ്ട്, അതായത് ഒരു പോലീസുകാരൻ്റെ മകനെ ഇങ്ങനെ പുറത്തേക്ക് അയക്കണം, അങ്ങനെ കാര്യങ്ങളൊക്കെ വിദേശത്തേക്ക് അയക്കണം. അപ്പോൾ അതൊക്കെ റെക്കോർഡിങ്ങിലാവാണ്ട് അതിനോട് എനിക്കൊരു യോജിപ്പുണ്ട്. കാരണം ഒരു പോലീസുകാരൻ തന്നെ ഇങ്ങനെ സ്വന്തം മകനെ അങ്ങനെ വിദേശത്തേക്ക് ഒരു റെക്കോർഡിങ്ങിൽ ഇല്ലാണ്ട് അയച്ചു എന്ന് പറഞ്ഞാൽ അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ട്, അതായത് തല്ലി മറിച്ച അത്രയും ഉള്ള പടമില്ല അത്. അത് ഒരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും തലവൻ കുഴപ്പമില്ല. അതിൽ ഞാനൊരു 5-ൽ 3.5 കൊടുക്കുന്നുള്ളൂ. അതായത് ഒരു ആവറേജിനും മുകളിലിരിക്കണ പടം, അത്രേ ഉള്ളൂ. പിന്നെ പടത്തിൽ പാട്ടുകൾ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ പാട്ടുകളും കാര്യങ്ങളും ഇല്ല. എന്നിരുന്നാലും ആസിഫ് അലിയുടെയും ബിജു മേനോൻ്റെയൊക്കെ നല്ലൊരു പടം, നല്ലൊരു അഭിനയവും സാധ്യതയുള്ള പടം. പിന്നെ പലരും ഈ തലവനും അയ്യപ്പനും കോശിയായിട്ട് താരതമ്യം ചെയ്തായിരുന്നു. അയ്യപ്പനും കോശിയുടെ ഒന്നും 7 അയൽവക്കത്ത് ഈ പടം എത്തില്ല. ഇത് അങ്ങനത്തെ ഒരു ജോണറിലുള്ള പടമല്ല. ഇതൊരു ക്രൈം ത്രില്ലർ, അങ്ങനെ കാണാം.